വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. 15 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം. നൂറുകണക്കിന് ആളുകൾ ബ്രിഡ്ജിൽ ഒരേ സമയം കയറിയതിനെ തുടർന്നാണ് ബ്രിഡ്ജ് തകർന്നത്. ബ്രിഡ്ജിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ശക്തമായ തിരമാലകളുള്ള കടലിൽ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനെതിരെ ജനങ്ങൾ നേരത്തെ എതിർപ്പറിയിച്ചിരുന്നു. ടിൻഡുദാസ് ചേരുകയാണ്. ടിൻഡു, വിവരങ്ങൾ. ഒരു മണിക്കൂർ മുമ്പാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അനധികൃതമായി 100-ലധികം പേര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുകയും ബ്രിഡ്ജിന്റെ ഒരു ഭാഗം, അതായത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തത്. ആ സമയത്ത് 15ഓളം പേരെ ഇപ്പോൾ നിലവിൽ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് വിനോദസഞ്ചാര വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിൽ സ്ഥാപിക്കുന്നത്. നമുക്കറിയാം, വർക്കല പാപനാശം ബീച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വദേശികളും അതുപോലെ തന്നെ വിദേശികളുമായിട്ടുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബ്രിഡ്ജ് സ്ഥാപിക്കരുത് എന്ന് ഈ പ്രദേശവാസികൾ നേരത്തെ എതിർപ്പറിയിച്ചു. കാരണം ഈ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കടൽ തിരയുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എതിർപ്പറിയിച്ചു. പക്ഷേ ഇത് വകവയ്ക്കാതെയാണ് വിനോദസഞ്ചാര വകുപ്പ് വർക്കലയിൽ ഇത്തരത്തിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 2 മാസത്തിലധികം പിന്നീട്ടായിട്ടേ ഉള്ളൂ ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ട്. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷം ബ്രിഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. 100 രൂപയാണ് ഈ ബ്രിഡ്ജ് കയറാനുള്ള തുക ഈടാക്കിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ആളുകളിൽ നിന്നും പണം ഈടാക്കി അനധികൃതമായിട്ട് ആളുകളെ ഈ ബ്രിഡ്ജിനകത്തേക്ക് തിരികെ കയറ്റിയതായിരിക്കും. കാരണം അവിടെ ഈ ടിക്കറ്റ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഒരു നിശ്ചയമുണ്ട് എത്ര പേര് ബ്രിഡ്ജിൽ കയറണം എന്നൊക്കെ. പക്ഷെ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് വേണം പ്രാഥമിക ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ആളുകളെ എല്ലാം ഇത്തരത്തിൽ ബ്രിഡ്ജിലേക്ക് കയറ്റുകയും ബ്രിഡ്ജ് ഇപ്പോൾ പൊളിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ ചാവക്കാട് ബീച്ചിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സമാനമായ രീതിയിൽ ഉയർന്ന തിരമാല ഉണ്ടാകുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ഒക്കെ വാർത്തയായ സംഭവമാണ്. അത് വകവയ്ക്കാതെയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇവിടെ വർക്കല പാപനാശ തീരത്തും ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ബ്രിഡ്ജ് സ്ഥാപിച്ചതെന്ന് വേണമെന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ബ്രിഡ്ജിന്റെ കടലിനകത്തേക്ക് തള്ളി നിൽക്കുന്ന അല്ലെങ്കിൽ കടലിനകത്തേക്ക് ഇട്ടേക്കുന്ന ഫ്ലോട്ടിംഗ് ഒഴുകുന്ന ഭാഗമാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ എത്തിയാണ് കടലിൽ വീണവരെ രക്ഷപ്പെടുത്തിയത്. 15ഓളം പേരെ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. ബ്രിഡ്ജ് പൂർണ്ണമായും പൊളിഞ്ഞിട്ട് ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആതിര, ടിൻഡു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ശക്തമായ തിരമാലകളുള്ള കടലിൽ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനെ ജനങ്ങൾ എതിർപ്പ് നേരത്തെ അറിയിച്ചിരുന്നു എന്ന് ടിൻഡു പറഞ്ഞു. ഈ അനധികൃതമായിട്ട് 100 കണക്കിന് ആളുകൾ ബ്രിഡ്ജിൽ കയറാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെ? ആതിര, ശനിയും ഞായറും പൊതുവെ വീക്കെൻഡ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പൊതുവെ ഈ വർക്കല പാപനാശം തീരത്ത് ആളുകൾ കൂടുതൽ എത്തുന്ന സ്ഥലമാണ്. ഈ വർക്കല അതുപോലെ തന്നെ കാപ്പിൽ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുകയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഇത്രയും കൂടുതൽ, അതായത് ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് സാധാരണയിലും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഈ അധികൃതർ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ യാതൊരു സുരക്ഷയും ഉറപ്പാക്കാതെ ജനങ്ങളെ ഏതാണ്ട് 100-ലധികം പേരെയാണ് ഒരേ സമയം ഈ ബ്രിഡ്ജിനകത്തേക്ക് കയറ്റി വിടുന്നത്. ആ സമയം തന്നെ ഈ വൈകുന്നേരങ്ങളിൽ ഏതാണ്ട് വേലിയേറ്റ സമയമാണ്. ഈ സമയത്ത് ഈ കടൽത്തീരം പ്രധാനമായും ക്ലിഫൊക്കെ ഉള്ള കടൽത്തീരം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തിരമാലകൾ ശക്തിയായി പതിക്കുന്ന ഒരു മേഖലയാണ്. അത് നേരത്തെ തന്നെ ഈ ജിയോളജിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർക്കല അതുപോലെ തന്നെ ഈ തീരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ തിരമാല കൊണ്ട് ആഘാതം നിൽക്കുന്ന പ്രദേശമാണ്. നേരത്തെ തന്നെ ഈ വിനോദസഞ്ചാര വകുപ്പിനോട് ഇതൊക്കെ അറിയിച്ചതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഈ നേരത്തെ നൽകിയ മുൻകരുതലുകളൊന്നും പാലിക്കാതെയാണ് ഈ ആളുകളെ കയറ്റുന്നതും ശക്തമായ തിരമാലയിൽ ഈ പാലത്തിൽ ശക്തമായ തിരമാല പതിക്കുന്നതും പാലം 2ആയി മുറിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ ബ്രിഡ്ജ് ഫ്ലോട്ട് ചെയ്യുന്ന ഭാഗം 2ആയി മുറിഞ്ഞു പോവുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിന് മീതെ ഒഴുകിക്കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കയറി പിടിക്കാൻ പോലും ഒരു സംവിധാനം ഈ ബ്രിഡ്ജിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ആളുകളെ കയറ്റിയതെന്ന് വേണം മനസ്സിലാക്കാൻ. 100-ലധികം ആളുകൾ എന്ന് പറയുമ്പോൾ അനധികൃതമായിട്ട് ആളുകളെ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ പാലത്തിനകത്തേക്ക് കയറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ.
അനധികൃതമായി കയറിയതിനെ തുടർന്നാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. 15 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. 2 പേരുടെ നില ഗുരുതരമാണ്. നൂറുകണക്കിന് ആളുകൾ ബ്രിഡ്ജിൽ ഒരേ സമയം കയറിയതിനെ തുടർന്നാണ് ബ്രിഡ്ജ് തകർന്നത്. ശക്തമായ തിരമാലകളുള്ള കടലിൽ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനെതിരെ ജനങ്ങൾ നേരത്തെ എതിർപ്പ് അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.